ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി വെറും 2 ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് അരി അരക്കവും കുതിർത്തൊന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 കപ്പിന് 1 കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതായത് നൈസായിട്ട് പൊടിച്ചെടുത്ത പച്ചരിപ്പൊടി വറുത്തെടുത്തതാണ് ഇത്. കൂടെ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 250 കപ്പിന് തന്നെ 1/2 കപ്പ് റവയാണ്, റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണ്ട. കുറേശ്ശെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ അങ്ങ് കുഴച്ചെടുക്കണം. ഇത് നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ഇതുപോലെ കുഴച്ചെടുക്കുന്നത്. നമ്മൾ കൈ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ചൂടാവുമ്പോൾ ഒന്ന് വെള്ളത്തിൽ കുത്തിയെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായിട്ട് അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒരുപാട് അങ്ങ് കൂടി പോകരുത്. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഉരുട്ടി കൊടുക്കണം. ഇനി ഇത് നമുക്കിതുപോലെ ചപ്പാത്തി പ്രസ്സിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരുപാട് അങ്ങ് കട്ടി കുറഞ്ഞു പോവേണ്ട. ഈ ഒരു കട്ടിക്കായിരിക്കണം നമ്മൾ പ്രസ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നല്ല പോലെ പൊന്തിക്കിട്ടും. ഇതുപോലെ ഒരു സൈഡ് നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷം നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതിപ്പം നമുക്ക് 2 സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പ്രസ്സിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതും ഞാനിവിടെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കട്ടി കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഒരു കട്ടിക്ക് തന്നെ ആയിരിക്കണം നമ്മൾ പരത്തിയെടുക്കേണ്ടത്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് പൊന്തി വരും. ഇതുപോലെ പൊന്തി വന്നതിന് ശേഷം നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കുന്ന സമയത്ത് ഓരോന്ന് പരത്തിയിട്ട് അങ്ങ് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ആദ്യമേ അങ്ങ് പരത്തി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതും ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഐറ്റം കൂടിയാണിത്. അതുപോലെ തന്നെ നമുക്ക് അരി കുതിർത്താതെ അരക്കാതെ
അരിപ്പൊടിയും റവയും കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.